പരിശുദ്ധമായ നോമ്പിന്റെ സന്തോഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെത്തിക്കും. അതിന്റെ ഒന്നാമത്തേതാണ് നോമ്പിന്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമപ്പോൾ പരിമളം വീശുന്ന കസ്തൂരിയേക്കാൾ അത്യബാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത്. നോമ്പ് നോറ്റ ആളുകളുണ്ടല്ലോ, 6 അടി മണ്ണാകുന്ന ഖബറിൽ നിന്നവർ നാളെ കടന്നു വരുന്നത് നോമ്പിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെഴുന്നേറ്റ് വരുമ്പോ തന്നെ ഖബറിൽ നിന്ന് വരുമ്പോ തന്നെ വല്ലാത്ത പരിമളമാണ്, വല്ലാത്ത സുഗന്ധമാണ്. അവർക്കുള്ള വായ്ക്കൊണ്ടല്ലോ ഏറ്റവും നല്ല സുഗന്ധത്തോടുകൂടിയാണ് അവർ കടന്നു വരുന്നത്. നിരത്തപ്പെടും അവർക്കൊക്കെയും തീന്മേശകൾ, കൂടാതെ നൽകുന്നുണ്ടവർക്ക് ബരീക്കുകൾ. നോമ്പ് നോറ്റുകൊണ്ട് വരുന്ന ഖബറിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് അവര് കടന്നു വരുമ്പോ അവരുടെ മുമ്പിൽ തീന്മേശകൾ ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇവിടെ ഭക്ഷണമില്ലാതെ, അന്നപാനീയങ്ങളില്ലാതെ പകല് മുഴുവനും പടച്ചവനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് ഖുർആൻ ഓതിയിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട് നല്ലതുപോലെ മുന്നോട്ട് പോയവരാണല്ലോ മുഅ്മിനീങ്ങളെ. അതിനു പകരം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടത്തെ ദാഹത്തിന് പകരം, ഇവിടത്തെ വിശപ്പിന് പകരം അല്ലാഹു സ്വർഗത്തിൽ അവിടുന്ന് തീന്മേശകൾ ഒരുക്കുന്നുണ്ട്. അതുമാത്രവുമല്ലല്ലോ, ആ തീന്മേശകൾ ഒരുക്കുന്നെന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ ഇബരീക്കുകൾ കൊടുക്കുമെന്ന് വെച്ചാൽ കിണ്ടികൾ കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നവരോടു നിങ്ങൾ തിന്നുവീൻ, വിശക്കേണ്ട ദാഹിക്കേണ്ടതില്ല കുടിക്കുവീൻ. ആ തീന്മേശകളിൽ എല്ലാവിധമായ ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തിട്ട് പറയാ, നിങ്ങൾ കഴിച്ചോ, ആവശ്യം പോലെ കഴിച്ചോ, ഇവിടെ വിശന്നിരിക്കണ്ട, ഇവിടെ വെള്ളം ദാഹിച്ചു കൊണ്ടിരിക്കണ്ട. എല്ലാവിധമായ സന്തോഷങ്ങളും എല്ലാം ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളും ഈ തീന്മേശയിൽ വരും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചോ, നിങ്ങൾക്ക് ആഗ്രഹമുള്ളതെല്ലാം നിങ്ങൾ ഭക്ഷിച്ചോ. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതെല്ലാം നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് കടന്നു വന്നു. പരിശുദ്ധ മാസം നാസുവയറു നിറച്ചതാ, നിങ്ങൾ വിശപ്പു സഹിച്ചു നോമ്പു പിടിച്ചതാ. അവരൊക്കെ ഇന്ന് വിശപ്പിനാൽ കരയുന്നതാ, ദാഹിച്ചു തൊണ്ട വരണ്ടതായി പൊരിയുന്നതാ. ക്ലേശങ്ങളൊന്നും ഇന്നു നിങ്ങൾക്കില്ല, വിശ്രമിക്കുവീൻ നിങ്ങൾക്കൊരല്ലലുമില്ല. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വിളിയാളം വരികയാണ്, അള്ളാന്റെ ഭാഗത്തുനിന്ന് വിളിയാളം വരികയാണ്. നിങ്ങൾ വിശപ്പ് സഹിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചതാണ്. ഒരുപാട് വെള്ളം ദാഹിച്ചപ്പോ ഈ ഒരു സമയത്ത് വല്ലാത്ത ചൂടാണ്, ശരീരമൊക്കെ വല്ലാതെ വികറങ്ങലിച്ചു പോവുകയാണ്. തൊണ്ട വരണ്ടു പോകുന്ന ഈ ചൂടിലും ഒരൽപ്പം വെള്ളം കിട്ടിയാൽ കുടിക്കാമെന്ന് തോന്നുന്ന ഈ ഒരു വേനൽ ചൂടിലും എന്റെ മുഅ്മിനേ, ഒന്ന് പുറത്തു പോലും ഒന്ന് ഇറങ്ങാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലും നിങ്ങൾ നോമ്പ് പിടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുടിച്ചോ, ആവശ്യമുള്ളത് കഴിച്ചോ. നിങ്ങൾ എത്ര വിശപ്പ് സഹിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചതാണ്. എന്നാലോ നോമ്പ് പിടിക്കാത്തവരാണെങ്കിലോ അവർക്കിന്ന് വല്ലാത്ത ദാഹമാണ്, അവർക്ക് വല്ലാത്ത വിശപ്പാണ്. അവര് ദാഹിച്ചിട്ട് നിലവിളിച്ചാൽ പോലും അവർക്ക് കുടിക്കാനൊന്നുമില്ലല്ലോ, അവർക്ക് കഴിക്കാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ കഴിച്ചോ, നിങ്ങൾ നല്ലതുപോലെ കുടിച്ചോ. അതും കഴിഞ്ഞില്ല, വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്, ക്ലേശങ്ങളൊന്നും ഇന്നു നിങ്ങൾക്കില്ല, വിശ്രമിക്കുവീ നിങ്ങൾക്കൊരല്ലലുമില്ല. ഇവിടെ ഒരു വേദനയില്ലല്ലോ, ഇവിടെ ഒരു സങ്കടമില്ലല്ലോ. നിങ്ങൾ നല്ലതുപോലെ വിശ്രമിക്കുക, ആവശ്യം പോലെ നിങ്ങൾ വിശ്രമിച്ചുകൊണ്ട് കടന്നു വരിക.
അപ്പോൾ അവർ തിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്നും ഹദീസിൽ ഉണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തും ഇങ്ങനെ ഒരു വെളി വരുമ്പോ സ്വർഗവാസികൾ മുഴുവനും നല്ലതുപോലെ കുടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് അവര് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അള്ളാഹുവേ, നോമ്പിന്റെ മാധുര്യം കളയുന്ന എത്ര ആളുകളുണ്ട്, നോമ്പിന്റെ സന്തോഷം കളയുന്ന എത്ര ആളുകളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരുപാട് പ്രതിഫലം അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്തോഷം അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. നാളെ നിങ്ങൾ ഈ വിശപ്പ് സഹിച്ചതിനൊന്നും പകരം നാളെ നിങ്ങൾ ഒരു വിശപ്പ് സഹിക്കണ്ട. നിങ്ങൾ കുടിച്ചോ, ആവശ്യം പോലെ കഴിച്ചോ. എന്നാൽ പിടിക്കാത്തവർ അവസരം കിട്ടി, രോഗങ്ങളൊന്നുമില്ല, എന്നിട്ട് പിടിക്കാത്തവരാണെങ്കിൽ നാളെ മഹ്ശറ വരുമ്പോ ദാഹിച്ച് വലഞ്ഞ് വല്ലാത്ത അവസ്ഥയായി സങ്കടത്തിലായി പോകും. മറ്റുള്ളവർ കൊല്ലും ഹിസാബിൽ പെട്ടതാ, ദാഹം വിശപ്പും കൊണ്ടവർ കരയുന്നതാ. രക്ഷിക്കണേ നീ അന്നയാ റഹ്മാനനാ, അതിനുള്ള വഴികൾ ഇന്നു നീ താക്കോനേ. ഒരു ഭാഗം ആളുകൾ ഇങ്ങനെ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ട്. നോമ്പിടിക്കാനുള്ള അവസരം കിട്ടിയിട്ടും ആ അവസരത്തെ മുതലാക്കാതെ അങ്ങനെ വരുന്നവരിങ്ങനെ വിളിക്കുന്നു, അല്ലാ, തൊണ്ട വരളുന്നു, അല്ലാ, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലാ, അതുകൊണ്ട് പടച്ചവനെ ഇന്നു നിന്റെ കരുണ തരാമോ അല്ലാ. റമളാന്റെ സേട്ടത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അത് ഇബ്നു മസ്ഊദ് റിവായത്തുള്ളതാ. റമളാനിന്റെ പോരിശകളും റമളാനിന്റെ സെറ്റതകളും റമളാനിന്റെ ആനുകൂല്യങ്ങളും അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹുവെ എല്ലാ ദിവസവും നോമ്പായിരുന്നുവെങ്കിൽ, എല്ലാ ദിവസവും റമളാനായിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുമായിരുന്നുവെന്ന് അള്ളാന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു നോമ്പിന്റെ മഹത്വം അറിഞ്ഞു പോയാൽ നമ്മളെല്ലാവരും കൊതിച്ചു പോകും, അല്ലാ, എല്ലാ ദിവസവും നോമ്പായിരിക്കണമെന്ന്. നോമ്പിന്റെ പോരീശ എത്ര കണ്ട് പറഞ്ഞാലും തീരില്ല എന്നാണ് മുത്ത് ത്വാഹ വരികളും. അത്ഭുതമാണ് റമളാൻ നോമ്പിൻ മാധുര്യമേ, മന്നാന്റെ മാറാലെ വന്നു പോവിൽ സുഗന്ധമേ. എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും തീരാത്ത പോരിശകൾ പരിശുദ്ധമായ നോമ്പിനുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അർശിന്റെ കീഴിൽ നിന്ന റമളാൻ അവ്വലിൽ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന ഹദീസതിൽ, സ്വർഗത്തിൽ ഇലകൾ മുഴുവനും ചലിക്കുന്നതാ. ഹൂറുൽ ഹിസാൻ അതു കണ്ടുടൻ പറയുന്നതാ. സ്വർഗത്തിൽ നിന്നൊരു കാറ്റങ്ങടിക്കുകയാണ്. അല്ലാഹുവേ, അർശിന്റെ ഭാഗത്തുള്ള ഇലകൾ മുഴുവനും ചലിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഹൂറിലിങ്ങൾ വിളിച്ചു പറയാണ്, യാ റബ്ബനാ, നീ നോമ്പുകാരിൽ നിന്ന് ഇണ നൽകണേ ഞങ്ങൾക്കിതിൽ ഇന്നെന്നും. വരുന്നാളെ റംസാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിന്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദതിൽ. സ്വർഗത്തിലുള്ള ഹൂറിലിങ്ങൾ പറയാണ്, അല്ലാഹുവേ,
റമളാനിൽ നോമ്പ് നോറ്റ ഒരാളെ എനിക്കിണയായി തരണേ അല്ലാ. പരിശുദ്ധമായ റമളാനിൽ ഖുറുൽ ലിസാനത് കണ്ടുടൻ പറയുന്നതാ, യാ റബ്ബനാ നീ നോമ്പുകാരിൽ നിന്നും ഇണ നൽകണേ ഞങ്ങൾക്കിതിൽ എന്നെന്നും. സ്വർഗത്തിൽ നിന്ന് പറയാണ്, അല്ലാഹുവേ നോമ്പുകാരായവരിൽ നിന്നൊരു ഇണയെ ഞങ്ങൾക്ക് നൽകണേ. നോമ്പുകാരായവർ എത്ര ഭാഗ്യം എന്നൊരു നോമ്പിന്. അത് മാത്രമല്ല, വരും നാളെ റംസാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിന്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദതിൽ പറയും ഇലാഹിദിനോട് ആരോ നിന്നുടേ ഹഖീഖയും തും പാലിച്ചു എന്നാലവരുടെ കൈ നീ പിടിച്ച് കൊണ്ടുവന്നോ ഇന്ന് തേടിപ്പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന്. അള്ളാഹു പറയും, നോമ്പ് നല്ല രൂപത്തിൽ വരും. നോമ്പിനോട് അല്ലാഹ് പറയാ, നിന്റെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന കോലത്തിൽ പാലിച്ച് നോമ്പ് നോറ്റവരാര് അവരുടെ കൈപിടിച്ചു വരാൻ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എല്ലാവരും ഒന്ന് ചെല്ലുമോ എന്റെ കൂടെ ഈ ഒരു ദിവസത്തിൽ? അവർക്ക് വേണ്ടി നല്ല മനസ്സോടുകൂടി എല്ലാവരും എന്റെ കൂടെ ഒന്ന് കൂട്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി കുറച്ച് ദിക്റ് ചൊല്ലാം. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസിനതകും ബിഖൗലി ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا ومصطفانا محمد اللهم أنت ربي لا إله إلا هو عليه توكلت إلى الله അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ കാരുണ്യവാനായ തമ്പുരാനെ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങൾക്കും ശിഫാ തരണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാഹ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാഹ് അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന ഉമ്മമാര് മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, മറ്റുള്ളവരുടെ കാര്യം ഉമ്മയുടെ ബാപ്പയുടെ കാര്യം പറഞ്ഞവരുണ്ടല്ലോ റബ്ബേ അല്ലാഹ് പടച്ചോനെ കരുണക്കടലായ റബ്ബേ രാജസയ്യിദാവായ അല്ലാഹ് അല്ലാഹുവേ അവരുടെയൊക്കെ മനസ്സിന്റെ മുറാദ് പോലെ എല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാഹ് എല്ലാം റാഹത്തിലാക്കണേ അല്ലാഹ് എല്ലാം ഖൈറിലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ നീ ബേജാറിലാക്കല്ലേ അല്ലാഹ് കരുണക്കടലായ തമ്പുരാനെ ക്യാൻസർ പോലത്തെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് അപസ്മാരം പോലത്തെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് അല്ലാഹുവേ എന്ത് രോഗമാണോ എന്ത് സങ്കടമാണോ എല്ലാം നീ മാറ്റണേ അല്ലാഹ് അർഹമുറാഹിമായ തമ്പുരാനെ അല്ലാഹുവേ ഇതിൽ ഓരോരുത്തരും കമന്റ് ഇടുന്നത് അവരവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് റബ്ബേ അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് അതനുസരിച്ച് സന്തോഷം കൊടുക്കണേ അല്ലാഹ് അതനുസരിച്ച് നിന്റെ ആനുകൂല്യം കൊടുക്കണേ അല്ലാഹ് അതനുസരിച്ച് സ്വർഗത്തിന്റെ എല്ലാ പ്രതിഫലങ്ങളും കൊടുക്കണേ റഹ്മാനെ ത്തോടെ നമ്മുടെ മജ്ലിസിൽ ഇരിക്കുന്ന ഉപ്പമാര് ഉമ്മമാര് സഹോദരങ്ങൾ കരുണക്കടലായ അല്ലാഹ് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നീ എളുപ്പമാക്കണേ റഹ്മാനെ എല്ലാവരുടെ നോമ്പുകളും കബൂലാക്കണേ അല്ലാഹ് എല്ലാവരുടെ അമാലുകളും കബൂലാക്കണേ അല്ലാഹ് എല്ലാവരുടെ ഖുർആൻ ഓതലുകളും സ്വീകരിക്കണേ അല്ലാഹ് എല്ലാവരുടെ തസ്ബീഹുകളും സ്വീകരിക്കണേ അല്ലാഹ് എല്ലാവരുടെ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണേ അല്ലാഹ് എല്ലാവരുടെ സന്തോഷമായ കാര്യങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ് اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين